നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാനിയെ, PC ജോർജിൻ്റെ അറസ്റ്റിനോടനുബന്ധിച്ചുള്ള വാർത്തകളൊക്കെ സജീവമായി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് വേറെ വിഷയമാണ് പറയാനുള്ളത്. മറ്റൊന്നുമില്ല. ശ്രീമാൻ ആൻ്റണി, ഞാൻ ബഹുമാനപൂർവ്വം പറയും, ശ്രീമാൻ ആൻ്റണി ഒരു കാര്യം പറഞ്ഞു. സതീശൻ പറ്റൂല പോരാ, പിന്നെ VM സുധീരനെ ക്ഷണിക്കണം. ആ വാക്ക് കേട്ടുകൊണ്ടായിരിക്കാം രാഹുൽജി പറഞ്ഞത് പുതിയൊരാളെ കാണുന്നുണ്ട് സുധീരനെ. എൻ്റെ ആന്റണിജിക്കും സുധീരജിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം അറിയില്ലേ? നിങ്ങൾ എന്ത് കോൺഗ്രസ് ഇത്ര കാണുന്നത്? ഈ ബുദ്ധിശൂന്യൻ, ഈ രാഷ്ട്രീയ പരിചയ പക്വതയില്ലാത്ത ആന്റണി 40 വർഷം സോണിയാഗാന്ധിയുടെ തലയിൽ പോയിരുന്നല്ലേ കോൺഗ്രസ് നശിപ്പിച്ചു കളഞ്ഞത്. 20% മുസ്ലിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തലപ്പത്ത് എത്ര മുസ്ലിം നേതാക്കളുണ്ടായിരുന്നു. ഈ സോണിയയും ഈ അന്തോണിയും ചെന്നതിന് ശേഷമല്ലേ അവരെല്ലാം ഓടിച്ചു കളഞ്ഞത്. ദളിതന് BSP കിട്ടുകൊടുത്ത്, യാദവര് പിന്നെ മുസ്ലിങ്ങളെ യാദവർക്ക് പങ്കിട്ട് കൊടുത്ത് അങ്ങനെ നശിപ്പിച്ചില്ലേ? 20% സമ്പത്ത് അല്ലെങ്കിൽ 20% ജനസംഖ്യ എന്നൊരു നിസ്സാരമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത്. കേരളത്തിൽ 40% ഉണ്ട്. സംഘപരിവാർ ചോദിച്ചറിയാം. ആന്റണിക്കറിയില്ലെങ്കിൽ നിങ്ങൾ സംഘപരിവാർ ചോദിക്കും കേരളത്തിൽ മുസ്ലിങ്ങൾ എത്തേണ്ടത്. 40% എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയും. ആ 40% അടുത്തുള്ള ഒരു സമുദായം ഉണ്ടെന്നിരിക്കെ ആന്റണിക്ക് ആകെ 3 തിരിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിനും എത്ര വേണം ആന്റണിജി? 33-99. അതിൽ 80% വോട്ട് ചെയ്യുള്ളൂ. 80% മാക്സിമം അല്ല, 70-75. 4-3 വോട്ട് ചെയ്യുള്ളൂ. 4-3 3% എത്രയാണ്? ഏതാണ്ട് ഒരു 25% വോട്ട്, അല്ലെങ്കിൽ BJPക്ക് അത്ര ഒപ്പമില്ലാത്ത പേരിൽ ഏതാണ്ട് ഒരു 30% താഴെ വോട്ട് കിട്ടിയാൽ രാജ്യം ഭരിക്കാം. കാരണം BJP ഇത് കുറച്ചുകൂടി ശക്തമാണ്. അതുകൊണ്ട് പണ്ട് BJPക്ക് 6-7%, ഇപ്പം 19-20% പോയതുണ്ട്. അപ്പോൾ 20% പോകുമ്പോൾ ബാക്കിയുള്ള എത്രയുണ്ട്? 60% അല്ലെങ്കിൽ 80%. അതിൽ 40 പകുതിയാക്കി കിട്ടുന്നത്. പക്ഷെ ആ 40% പകരം ആകെ 70% വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു 30% ജയിക്കുന്ന പാർട്ടിക്ക് വേണ്ടത്. ആന്റണിയും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാ കോന്തന്മാരാ പറയണത്, ഞാൻ പറയുന്നില്ല, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണത്. ആകെ കേരളത്തിൽ ജയിക്കേണ്ടത് ഒരു 30% മതി. പണ്ടൊക്കെ 37% വേണം. അന്ന് BJPക്ക് കുറവല്ലേ, 5-6% ഉള്ളൂ. ഇന്നിപ്പോൾ 20% വരുമ്പോൾ അത്രയും കുറയും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമുദായം തന്നെ 40% ഉണ്ടെന്നിരിക്കെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലല്ലോ, നിങ്ങൾക്ക് തൻ്റെയിടമില്ലല്ലോ. ജനാധിപത്യ രാജ്യമല്ലേ. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ ജാതി പാർട്ടിയാണ്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൂടെ? കേരളത്തിൽ, ആസാമിൽ, ബംഗാളിൽ, ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, കാശ്മീരിൽ, ഇവിടെയെല്ലാം മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അതിപ്രഗത്ഭരായ. ഇതൊന്നും അന്തോണിക്ക് അറിയില്ലേ? ഞാൻ അന്തോണിയെ പറയുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ നിസ്സാര വ്യത്യാസമുള്ളൂ, 5-6 വയസ്സിന് വ്യത്യാസമുള്ളൂ. പക്ഷെ നിങ്ങൾ അന്തോണി മനുഷ്യൻ കോൺഗ്രസ് തലപ്പത്ത് പോയി നിങ്ങൾ ഇതിലെ 40 വർഷം സോണിയാഗാന്ധി വിട്ടുകളെ. കാരണം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ പരിചയമില്ല. ആ കെയർ ഓഫിൽ വന്നതാണ്. നിങ്ങളോ കോൺഗ്രസ് അമർത്തിക്കൂടി വളരെ ചെറുപ്പത്തിൽ മുഖ്യമന്ത്രി KPC പ്രസിഡന്റ് അയാളല്ലേ? അത് നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയം അറിയില്ല പറയാൻ പറ്റുമോ?
കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയം അറിയണം വേണ്ട, കേരള കോൺഗ്രസ് രാഷ്ട്രീയം അറിയണ്ടേ? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ എത്ര മുസ്ലിം പ്രഗത്ഭന്മാരും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇപ്പം എന്ത് പറ്റി? എന്തുകൊണ്ട് 40% ഒരു സമുദായത്തിൽ നിന്ന് നിങ്ങൾ അത് ചിന്തിക്കാത്തത്? ജിയോ ബാബയ്ക്ക് ശേഷം KPC പ്രസിഡന്റായിട്ട് ഒരാൾ പോലും നിങ്ങൾ ലിസ്റ്റിൽ പോലും വരുത്താൻ പറ്റുമോ? ഹസൻ വന്നെങ്കിൽ നിങ്ങൾക്കറിയാലോ. സാധാരണഗതിയിൽ KPC പ്രസിഡന്റ് മാറി 24 മണിക്കൂറം വേറെ ആൾ വയ്ക്കാറുണ്ട്. ഇത് ഹസന് പകരം വയ്ക്കാൻ വേണ്ടി 1 മാസം സമയമെടുത്ത്. എടോ, ഈ ഉരുണ്ടി കളിയും ഈ തട്ടിപ്പും ഒന്നും കേടുകൾ പറ്റില്ല. അതായത് ഇത് ആന്തോണിയോട് ഞാൻ പറയാണ്, ആന്തോണി ഈ വാക്ക് വർഷമുണ്ടാ. ഇത് സതീശൻ പറ്റില്ല, പോരാ, അത് സുധീറിന് വേടുന്നു. സതീശൻ നിൽക്കട്ടെ ചെയ്ത് സമ്മതിച്ചു. സുധീറിൻ്റെ ഹിസ്റ്ററി എടുക്കാം. ഇവിടെ ജാതിക്ക് ഉപജാതി നോക്കുന്ന കാലമാണല്ലോ. അതിനായിപ്പോയില്ല, അങ്ങനെ നശിച്ചു പോയില്ല നമ്മുടെ രാജ്യം. ജാതി ഉപജാതി നോക്കിപ്പോയി. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. സക്കീർ ഹുസൈൻ, ആന്റണിക്കറിയോ സക്കീർ ഹുസൈനെ? ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളാണ്, ഹിന്ദു ഭൂരിപക്ഷ മേൽ നിർത്തി ജയിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹിന്ദു ഭൂരിപക്ഷ മേൽ നിർത്തി സക്കീർ ഹുസൈൻ ജയിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതിയായിരിക്കും പറഞ്ഞത്. അന്തോണിക്കറിയായിരിക്കും അത്. ആ ഇന്ത്യയിൽ ഇന്നെങ്ങനെ പോയി? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പക്ഷെ മണ്ടനായ ആന്റണിയെ കൊണ്ടുവന്ന് തിരൂരങ്ങാടി നിർത്തി ജയിപ്പിച്ചെടുത്ത് 99% മുസ്ലിങ്ങളുടെ മണ്ഡലത്തിൽ. അതൊരു എക്സ്ട്രാ കേസാണ്. ഇന്ന് ആന്റണിക്ക് ധൈര്യമുണ്ടോ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് ജാതി നോക്കാൻ നിർത്താൻ പറ്റുമോ? സാധിക്കുമോ? ആന്റണിക്ക് സാധിക്കുമോ? ഉമ്മൻചാണ്ടി സാധിക്കുമോ? നിങ്ങൾ കേരള രാഷ്ട്രീയം നിങ്ങൾക്കറിയാവോ? പറയുന്നത് കോൺഗ്രസ്സുകാർ പിണങ്ങാൻ വേണ്ടി പറഞ്ഞില്ല, കോൺഗ്രസ് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആന്റണിയുടെയൊക്കെ ധാരണ, ഒരു തമാശ പറഞ്ഞാൽ, ഒരു കല്യാണ വീട്ടിൽ ഒരാൾ കുറച്ച് അകലെയാണ് ഈ ബാത്റൂം മൂത്രയ്ക്ക് സ്ഥലം. അപ്പോൾ ഒരു കിണ്ടിയായിട്ട് പോയി, ശ്രദ്ധിക്കണം, കിണ്ടിയായിട്ട് പോയി. കിണ്ടി ഓടുണ്ടാക്കി മാത്രമാണല്ലോ, കിണ്ടി കൊണ്ടുപോയി. അപ്പോൾ വേറൊരാൾ ഒരു കോളാമ്പിയായിട്ട് പോയി. അപ്പോൾ എവിടെ പോണ്? മൂത്രയ്ക്ക് പോകണം. നിങ്ങൾ തന്നെ കോളാമ്പി പോണ്, കിണ്ടിയല്ലേ വേണ്ടത്? അത് ഏതെങ്കിലും ഒരു ഓട്ടുപാത്രം ഇരുന്നാൽ പോരെ? അതങ്ങനെ അല്ല, നേരത്തെ പോയ ആൾ കിണ്ടി കൊണ്ടുപോയപ്പോൾ അത് വെള്ളം ഉണ്ടായില്ല, ഒരു ഓട്ടുപാത്രം ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഓട്ടുപാത്രം കയ്യിലിരുന്നാൽ മതി എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞ പോലെ മിസ്റ്റർ ആന്റണി ഏതെങ്കിലും ഹിന്ദു നെയ്മ് മതി എന്ന് വിചാരിച്ചാൽ അത് പോരാ. ഹിന്ദു നെയ്മിന് കുഴപ്പമൊന്നുമില്ല, ഹിന്ദു നെയ്മായ പോരാ. അവൻ പ്രഗത്ഭനായിരിക്കണം, ജനസ്വാധീനമായിരിക്കണം. സ്വന്തം സമുദായത്തിൽ മറ്റു സമുദായത്തിലും. VM സുധീരൻ്റെ ജാതി എടുത്ത് നോക്ക്. നിങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഉപദേശിച്ച്, KCB ഉപദേശിച്ച് മറ്റുള്ളവരെ വെട്ടാൻ വേണ്ടി സതീശനെ വെട്ടാൻ വേണ്ടി കണ്ടുപിടിച്ചല്ലോ. നായരെന്ന സതീശന്മാർ ചോരെന്ന സുധീർ വേട്ടയെന്ന്. ഈ സുധീറിൻ്റെ ജാതി എടുത്ത് നോക്കുക. കേരളത്തിൽ 25% വെച്ചോ, 20, അല്പം വ്യത്യാസം വന്നാലും അതിൽ 70 മുതൽ 80% വരെ വോട്ട് ചെയ്യുന്നത് LDF-നാണ്. അത് നിങ്ങൾക്കതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മന്നത്ത് പത്മനാഭൻ അറിയാമല്ലോ, മൊയ്തീൻ ഷാ നിങ്ങളെ ഒരു പക്ഷേ അറിയില്ല. മന്നത്ത് പത്മനാഭൻജി അറിയോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ജനിച്ച ചോനും പിഴച്ച നായരും നശിച്ച മാപ്പിളയും നമ്മൾ രണ്ടുപേരും, ക്രിസ്ത്യാനി പെടും മറ്റേ മുസ്ലിം പെടും. ഈ വെള്ളം ജന്മ കോൺഗ്രസ്സുകാരാണെന്ന്, കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഞാൻ ഒരിക്കലും പറയാം. ജനിച്ച ചോനായിട്ട് ജനിച്ചു, അവൻ കമ്മ്യൂണിസ്റ്റിനെ പോവുകയാണ്. പറയുന്ന ഭാഷ എത്രയാണ്? നശിച്ച മാപ്പിള, പിഴച്ച നായരും, ഇവർ മൂന്നും കമ്മ്യൂണിസ്റ്റ് ആളുകൾ. അങ്ങനെ വെച്ചപ്പോൾ ഈഴ വിഭാഗത്തിൽ 25% വോട്ടിൽ ഈഴ വിഭാഗത്തിൽ 70 മുതൽ 80% പേരും LDF അനുഭാവികൾ LDF വോട്ടുകാരാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ആന്റണിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതിൽ ബാക്കി 20% ഉള്ളു. 20%ത്തിൽ 10% ഇപ്പോൾ BJPക്കായി, സംഘപരിവാറിനായി, സാധൽ കവിഞ്ഞ്. ബാക്കി 10% വോട്ടാണ് കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ളൂ. ആ 10% ആ വോട്ടിൻ്റെ 2.5% വരുന്നത്, 2.5. ഇത് ആന്റണി മനസ്സിലാക്കണം, അടൂർ പ്രകാശ് മനസ്സിലാക്കണം, VM സുധീറിനും മനസ്സിലാക്കണം. ആകെയുള്ള വോട്ടിൻ്റെ 2.5% UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഈഴവിൽ നിന്ന് കിട്ടുന്ന വോട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കാണ്, അല്ല കമ്മതിയല്ല. എന്നിട്ട് അതിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാക്കി വയ്ക്കൂ എന്ന് ആന്റണി പറയുമ്പോൾ, അത് കേട്ട് രാഹുൽ ഗാന്ധി സമ്മതിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, VM സുധീരൻ മുഖ്യമന്ത്രിയാകുന്ന അർഹതയുള്ള ആളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ജാതി വന്നുപോയി, ഉപജാതി വന്നുപോയി.
അതാ വിഷയം. നിഷ്പക്ഷമതിയാണെങ്കിൽ വി എസ് സുധീരൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലാത്ത ആളാ. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ പിന്നെ സതീശനെ മാറ്റാനല്ലോ പറഞ്ഞത്, മാറ്റി സുധീരനാക്കണമെന്ന് ആന്റണി നിർദ്ദേശിച്ചു. രാഹുൽ ഗാന്ധിയെ സമ്മതിച്ചു. അതേ സ്ഥാനത്ത് 40%, ഇതിപ്പോൾ ആകെ ഉള്ള വോട്ടിൽ 2.5% ആർക്ക് കിട്ടുന്നത്? ഈഴവെന്ന് കിട്ടുന്നത് UDF-ന്. ഇവിടെ 40% വോട്ടുണ്ട് വിഭാഗം മുസ്ലിം സമുദായം. അതിൽ ഏതാണ്ട് 8-10% കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് മാറി അതൊരു 12% ആയത്. കഴിഞ്ഞ അറബിക് സർവകലാശാലയ്ക്ക് ഇല്ലാതെ ഇപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ 2% കൂടി 12%. അത് കുറഞ്ഞിപ്പോൾ വീണ്ടും 6%. ബാക്കി 6% മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരാകുന്നു പോയി. ഈ 6%-ൽ ഏതാണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആണെങ്കിൽ 3% ഒഴുകിപ്പോവും. ബാക്കി 3 കമ്മീഷൻ ഉണ്ടാവുള്ളൂ. കണക്കുകൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 40% ഉണ്ടെങ്കിൽ അതിൻ്റെ 3% കഴിച്ചാൽ 37% വോട്ടും ബ്ലോക്കായിട്ട് കോൺഗ്രസ് കിട്ടും, അല്ലെങ്കിൽ UDF കിട്ടും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ കേരളം ഭരിക്കാം. കണക്കുകൾ ഉദ്ധരിക്കുകയാണ്, മണ്ഡലയ്ക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ ഈ പ്രാവശ്യമെങ്കിലും കോൺഗ്രസ് ഭരണം വേണമെന്ന് ചിന്തിക്കുമ്പോൾ ഈ മണ്ടനായ രാഹുൽജി, ഞാൻ പറയും, കാരണം കാണുന്നില്ല, മണ്ടൻ രാഹുൽജിയും ഈ മണ്ടനായ ആന്റണിജിയും മറ്റേ സുധീർജിയൊക്കെ, സുധീറിന് പറയാൻ പാടില്ലേ, നിങ്ങൾ എൻ്റെ പേര് പറയരുത്, ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ ഫിറ്റല്ല എന്ന് പറയണ്ട. അയാൾ മണ്ടല്ലോ. എത്ര ദിവസമായി പറഞ്ഞിട്ട്? 10 ദിവസമായി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട്. ഇപ്പം ഇന്ന് ആന്റണിയും പറഞ്ഞു. അയാൾ മിണ്ടുന്നില്ല. ആയിക്കോട്ടെ, അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുണ്ടോ സാർ? ജയിച്ചെടുക്കണ്ടേ? 72-71 സീറ്റ് കിട്ടണ്ടേ? അതിൽ വഴിയുണ്ടോ? അതിന് വോട്ട് ബാങ്ക് എടുക്കുന്നത്. എവിടെയാണ് വോട്ട് ബാങ്ക് എടുക്കുന്നത്? അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്തത്. നിങ്ങൾക്ക് ഈ മുസ്ലിം ലീഗിനെ താങ്ങി അവർക്ക് നക്കാപ്പിച്ച് കൊടുത്ത് മുസ്ലിങ്ങൾ വോട്ട് മുഴുവൻ വാങ്ങിച്ച് ഭരിച്ച ചരിത്രമുണ്ട് ഈ കോൺഗ്രസിന്. ഇതേ നടക്കൂലെന്ന് പറഞ്ഞത്. ഇനി അതായത് അന്ന് കാണിച്ചാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട, ഞങ്ങളുടെ വോട്ടാൽ ഞങ്ങൾ കൂടി ഭരണത്തിൽ ഭാഗമാകും. എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഒരു മുസ്ലിം ചിന്തിച്ചുകൂടാ? പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം LDF ഒരു കളി കളിച്ച് ജയിച്ചാലും പാലോളി കൊടുക്കൂലെന്ന് വേറെ കാര്യം. പിന്നെ KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാക്കി കളിച്ച്, P സുശീല മുഖ്യമന്ത്രിയെ കളിച്ച്, ഇതെല്ലാം കളിച്ചെങ്കിലും അവസ്ഥ ബേബി പേര് വരെ മതി മുഖ്യമന്ത്രി. ഇതൊന്നും കളിച്ചാലും വേടം കിട്ടിയപ്പോൾ സവർണ കൊടുത്ത് പിണറായി കൊടുത്ത്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഈ 3 പോസ്റ്റാണ് ഇതുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്താണ് പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ചെയർമാൻ, ഹൈക്കമാൻഡ് ചെയർമാൻ. ഈ 3 പോസ്റ്റാണ് ഇതാണ് ഒരു ഇതുള്ളൂ. ആ 3 പോസ്റ്റിൽ ഒന്ന് ഈ 40% വരെ മുസ്ലിമിൽ വേണം. അത് ലീഗിന് വേണമെന്നല്ല പറഞ്ഞത്. ഇപ്പം നിങ്ങൾ പറ്റിയും പാത്തും പറഞ്ഞല്ലോ. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി, ആ ചിന്ത തെറ്റല്ലേ? അവർക്ക് മുക്തി ആകണമെങ്കിൽ അവർ ജാതി പേര് മാറ്റി വരണം. ഇവിടെ കേരള കോൺഗ്രസ് എന്ന ക്രിസ്ത്യൻ പാർട്ടി, അത് ക്രിസ്ത്യാനിറ്റി ആരും ബന്ധമില്ല പാർട്ടിക്ക്. എന്നിട്ടും അതിന് മുഖ്യമന്ത്രി മാണിക്ക് മാണി അർഹതയില്ലാത്ത മുഖ്യമന്ത്രി ആകാൻ. എന്തായത് മാണിക്ക് അയോഗ്യത ഉണ്ടായത്? കുഞ്ഞാലിക്കുട്ടി എന്താണ് അയോഗ്യത? ഒന്നും അയോഗ്യതയൊന്നുമില്ല. പക്ഷെ മറ്റേ മാണിൻ്റെ പേര് പറയാത്. പക്ഷെ ആ പാർട്ടി കേരള കോൺഗ്രസ് ആയിപ്പോയി. അതൊരു ഇത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി പേരില്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരാളുണ്ടല്ലോ. ഞാൻ 2-3 പേര് നിങ്ങളെടുത്ത് പറയാം കേട്ടോ. ഒന്ന് IBയുടെ നിങ്ങൾ ഉൾക്കൊള്ളാൻ മേല, നിങ്ങൾക്ക് പറ്റൂല, പയ്യനാണ്. ഷാഫി പറമ്പിൽ. പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് സതീശൻ. ആയിക്കോട്ടെ, സതീശൻ നിൽക്കട്ടെ, നായർ വിഭാഗം കുഴപ്പമില്ല. പിന്നെ നമുക്ക് പ്രതിപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണി കൺവീനറായിട്ട് ഇപ്പോൾ അസൻ ഹാബി പതുക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടൂർ പ്രകാശ് കൊടുക്കുക. അപ്പോൾ ഒരു നായർ വന്ന്, ഒരു ഈഴവൻ വന്ന്, ഒരു മുസ്ലിം വന്ന്, ഒരു ക്രിസ്ത്യൻ വന്ന്. നല്ല കോമ്പിനേഷൻ, ഇടിച്ചരിച്ച പോലെ. ഈ 4 പേര് ഒന്നൊന്നും വെച്ചാണ്. അതിനുമ്പോട്ട് മറ്റു പലരും ഇല്ലെന്നില്ല. എന്നിട്ട് 60, 70, 80, 90 വയസ്സൊക്കെ മാറ്റി നിർത്തുക. അവർക്ക് പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം കൊടുക്കുക, കുഴപ്പമില്ല. എന്തെല്ലാം സ്ഥാനം ഉപദേശ സമിതി ഉണ്ട്, മറ്റെന്തെല്ലാം സ്ഥാനമുണ്ട്, അത് കൊടുക്കാമല്ലോ. ഈ ചുരുക്കുള്ള ഈ 4 ചെറുപ്പക്കാർ, അടൂർ പ്രകാശ് കുറച്ച് വയസ്സായെങ്കിൽ 10-65 വയസ്സാണ് എങ്കിലും കുഴപ്പമില്ല. ആൾ കുഴപ്പക്കാരല്ല, ശാന്തനാണ്, കഴിവുണ്ട്, പണമുണ്ട്. ഷാഫിയെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ സതീഷിനെ കുറിച്ചും പറയാറിയില്ല. പിന്നെ ഐബിയുടെ എന്താ പയ്യനല്ലേ, കണ്ട് കുറെ കുട്ടിത്തൊക്കെ ഉണ്ടായത്. അത് ചെറുപ്പം യുവത്വത്തിൻ്റെ ഉണ്ടാവും. ഇപ്പം പക്വത ഭാഗത്തേക്ക് വന്ന് അങ്ങനെ ഒരു കോമ്പിനേഷൻ, ഒരു ടീം നിങ്ങൾ ചിന്തിച്ചാൽ എന്താ കുഴപ്പം?
അപ്പോൾ 4 പ്രമുഖ സമുദായങ്ങളിൽ നിന്ന് 4 ചെറുപ്പക്കാരായി, മിടുക്കന്മാരായി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ ദളിത് വിഭാഗമുണ്ട് 10-12%. അവർക്ക് പറ്റിയ ആൾ വെച്ചോ. അപ്പോൾ കൊടിക്കുന്ന സുരേഷ് കാണരുത്, കൊടിക്കുന്നല്ല വേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ചെറുപ്പക്കാർ വയ്ക്കുന്നേ. ഈ മാനുവില്ലെന്ന് ശീതളച്ഛായ, ഭരണത്തിൻ്റെ ശീതളച്ഛായ അല്ലെങ്കിൽ പിന്നെ സ്ഥാനമാനങ്ങളെ ശീതളച്ഛായ അനുഭവിച്ചു പറഞ്ഞാൽ സുരേഷ് പിന്നെ കൊടിക്കുന്നിലേക്ക് തൽക്കാലം മാറ്റി നിർത്ത്. ഇപ്പം ഇന്നൊരാൾ പറഞ്ഞു, നമ്മുടെ പെണ്ണ് വന്നില്ല, പെണ്ണുമ്പിള്ള, ആ പെണ്ണ് 1,85,000 മാസം കഴിഞ്ഞിട്ട് പോരാ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇന്ന് ചാനൽ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട്. അവർ ചേറ്റെന്നറിയോ, അവർ സാജു സക്കരെ പോയി കെട്ടിപ്പിടിക്കായിരുന്നു സപ്പോർട്ട് ചെയ്യാണ്ട്. കോൺഗ്രസ് ഐക്യമുന്നണിയിൽ വോട്ട് ചെയ്ത് കിട്ടിയിട്ടേ, അത് കാക്കന്മാരുടെ വോട്ട് ചെയ്ത് കിട്ടിയിട്ടേ സംഘപരിവാറിന് നോമ ചെയ്ത് നിൽക്കുന്ന ഇയാൾക്ക് ഇത് കെട്ടിപ്പിടിച്ചാകുന്നത്. അതാണ് വോട്ട് പോയത്. എന്നിട്ട് ഇയാൾ പറഞ്ഞല്ലോ, പുള്ളി പറഞ്ഞത് അവിടെ കോൺഗ്രസ് കാലുവാരി, ഒരു യൂത്ത് കോൺഗ്രസ് ആയിട്ട് ഈ പെണ്ണെന്തോ ഒരു ആരോപണമുണ്ടാക്കി. അതൊന്നും അല്ലടോ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താണ്, നിങ്ങളെ കൊല്ലാ പോലതല്ലേ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മോളെ വേണ്ട, UDFിൻ്റെ ആളെ ജയിച്ചാണ്, നിനക്ക് വോട്ട് പോകും. വോട്ട് പോയിട്ട് പറയാണ് കോൺഗ്രസ് കാലുവാരിയാണ്. ഒരു കാലുവാരായിരിക്കുമോ? അവർ പ്രത്യേകിച്ച് അവർ വാട്സപ്പിൽ വന്നത് 1,00,000 ലൈക്കാണ്, അല്ല 10,000 ലൈക്ക് വന്നത്. 10,000 ലൈക്ക് വന്നാൽ 10 വെച്ച് കണക്കാക്കി 1,00,000 വോട്ട് ഉറപ്പാണ്. പോയി നെഗറ്റീവായി പോയി, അതാണ് തോൽക്കാൻ കാണും. അതുപോട്ടെ. അപ്പം അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചൂടാ? ഇനിയെങ്കിലും നിങ്ങൾക്ക് കേരളത്തിൽ അധികാരമാണ് വേണ്ടതെങ്കിൽ, UDFിന് അധികാരമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഫോർമുല ഞാൻ മൊയ്തീർച്ച ഒറ്റ പോയില്ല. ഇത് ശക്തരായ ഒരു ഗ്രൂപ്പിൻ്റെ നിർദ്ദേശമാണ്. അത് ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഫിലോസഫിസ്റ്റുകളുണ്ട്, മനഃശാസ്ത്രന്മാരുണ്ട്, രാഷ്ട്രമീമാംസകരുണ്ട്, എല്ലാം ഉണ്ട്. ആ ഒരു ടീമിൻ്റെ ശക്തമായി സ്റ്റഡി ചെയ്തിട്ട് കിട്ടിയതാണ് ഫലം. ഈ 4 പേര് വെറുതെ ഒന്നുമില്ല. IBയുടെ വെറുതെ പൈസ വായ്പിച്ചല്ല. ഞാൻ IBയായിട്ട് അങ്ങനെ കാണാറുപോലുമില്ല. പുള്ളിയിലേക്ക് ഞാൻ കണ്ടില്ലേ. പക്ഷെ IBയുടെ അപ്പോൾ ക്രിസ്ത്യൻ ബാധിച്ചായി, എറണാകുളം ജില്ലയിൽ മധ്യ കേരളത്തിലായി. സതീശൻ ഓക്കെ അതൊന്ന് കിട്ടെ, നായർ വിഭാഗമായിട്ട് കേട്ടെ, കുഴപ്പമൊന്നുമില്ല പുള്ളി. പിന്നെ ഷാഫി പറഞ്ഞാൽ നിങ്ങൾ അറിയാമല്ലോ, നിങ്ങൾ എന്നെ പറയുന്നുള്ളൂ, കുഴപ്പമില്ലത്. പിന്നെ പ്രകാശും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരെയൊക്കെ വച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് അവതരിപ്പിച്ചുകൂടാ? അറ്റ്ലീസ്റ്റ് വോട്ട് കിട്ടാനെങ്കിലും, പണ്ട് പാർലി മുമ്പൂട്ടിയെ പറഞ്ഞ പോലെ വോട്ട് കിട്ടാനെങ്കിലും. അപ്പം നിങ്ങളിപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു സമുദായം എതിരാകുമല്ല, ക്രിസ്ത്യൻ സമുദായം ഒരു എതിർപ്പില്ല. പിന്നെ സംഘപരിവാർ, അത് സംഘപരിവാറെ ക്രിസ്ത്യൻകളും മുസ്ലിംകളും സംഘുകളും മാറും. അത് അവരെ പാർട്ടി വോട്ട് ചെയ്യേണ്ടി വരും. അത് കുറ്റം പറയാൻ പറ്റുമോ? അവർ ദേശീയയുടെ പാർട്ടിയല്ലേ, രാജ്യഭരണ കക്ഷിയല്ലേ, അതുകൊണ്ട് അവരുടെ വോട്ട് പരമാവധി അവർ പിടിക്കട്ടെ. എന്താ കുഴപ്പത്തിന്? അല്ലാതെ ഷാഫി പറമ്പിൽ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായം ക്രിസ്ത്യൻ സമുദായം മുഴുവൻ പോകുന്നു പറയല്. എങ്ങനെ പോയാലും ഒരു കാര്യം മനസ്സിലാക്കട്ടെ, അങ്ങനെ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞ് ഒരു 1-2% വോട്ട് പോയി നീയായിരിക്കാം ആ കേരളത്തിൽ. ഇവിടെ 40% കിടക്കല്ലേ. എന്താണ് സാർ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാത്തത്? ദേശീയയിൽ എടുത്താലും സ്റ്റേറ്റിൽ എടുത്താലും, സ്റ്റേറ്റിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രി വേണ്ട, റഹീം മന്ത്രിയെന്ന്, സെയ്ദ് മന്ത്രിയായിരുന്നു, മറ്റു പല മന്ത്രിമാരൊക്കെ ഉണ്ടായില്ലോ. ഈ സോണിയാഗാന്ധിയുടെ വന്ന് ഈ അന്തോണി പോയി 40 വർഷം ഇരുന്നതിൽ 10-20 വർഷമായിട്ട് അവർ കോൺഗ്രസ് ഭരണമുണ്ടായി. എന്തേ നിങ്ങൾ കോൺഗ്രസ് ഒരു മുസ്ലിം കേരളത്തിൽ വിളിക്കാൻ പറ്റില്ല? നിങ്ങൾ വീട്ടിൻ്റെ അഹമ്മദ് സാഹിബിനെ വെച്ചോ, അല്ലെങ്കിൽ ഘടകകക്ഷി എന്നതിൽ ഒരു സ്ഥാനം കൊടുത്താലോ മുസ്ലിം ഒരാൾ കൊടുക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ കൊടുത്ത കൂടെ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമല്ല കൊടുത്തത്. ഇതൊക്കെ കൊടുത്ത് തന്നായി. എന്നിട്ട് അവരിലിപ്പോൾ ഉണ്ടോ? PC ചാക്കോ ഉണ്ടോ? KV തോമസ് ഉണ്ടോ? ആ മലയാളം അറിയാത്ത ഒരാളുണ്ടല്ലോ, ടോം വടക്കൻ ഉണ്ടോ? അവരൊക്കെ പോയില്ലേ? അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഈ കാക്കന്മാർ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് കേരളത്തിൽ. ബാക്കിയെല്ലാം വിട്ടുപോയി. അധികാലം അതുകൊണ്ട് പോവും, ഇനിയും പോവും. അതായത് മരുമകളിൽ വാക്കിട്ട് അമ്മയെ തല്ലിക്കൊന്ന് കരലെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പാടത്തു നടന്നു പോയപ്പോഴേ ഒരു കുറ്റിയെ തട്ടി. അപ്പം കരൽ മടിയിൽ നിന്ന് പറഞ്ഞേ, അയ്യോ എൻ്റെ മോൻ്റെ കാലേന്ന്. ആ മോൻ ചെയ്ത പ്രവൃത്തി എന്താണ് മനസ്സിലായി? അമ്മയെ കൊന്ന് കരലെടുത്ത് കൊടുത്ത ഭാര്യയ്ക്ക് വേണ്ടി, ഇന്നലെ വന്ന ഭാര്യയ്ക്ക് വേണ്ടി.
അതുപോലെ കോൺഗ്രസ് ഇത്രയും കാലം ഈ 10-40 വർഷം അത് മുമ്പല്ല 40 വർഷമായിട്ട് ഈ ആന്റണി വന്നതിന് ശേഷം ഈ സമുദായത്തെ അവഗണിച്ച് ഒഴിവാക്കി കോളാമ്പി തൂക്കി ഓടാക്കി കളഞ്ഞു. എന്നിട്ടും ആ സമുദായം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതോ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, നിങ്ങൾ വോട്ട് ഇപ്പോഴും തയ്യാറാണ്. എന്താ കാരണം? ജനാധിപത്യം പുലർന്ന ആഗ്രഹമുണ്ട്, സമാധാനം പോകുന്ന ആഗ്രഹമുണ്ട്. പട്ടിണിയാണെങ്കിലും തുണി മുറുക്കി കൊടുത്താലും സമാധാനമായിട്ട് പോകുന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ സമാധാനമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കാര്യം ഇവിടെ അന്ധമായ ജാതി വിരോധത്തെ അറിയണമെങ്കിൽ ഇന്ന് കുണ്ടറ റെയിൽവേ അതിൽ ടെലിഫോൺ പോസ്റ്റ് ഇട്ട് 2 പേരെ പിടിച്ച് ഒരു ചർച്ചയില്ലല്ലോ. ഒരു അന്ത്യചർച്ചയിൽ ഒരു ചർച്ചയില്ല. പണ്ട് ബോംബെ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒരുത്തൻ ഒരു സോഡ കുപ്പിയല്ല മണ്ണെണ്ണ കുപ്പിയോ ട്രെയിനിൻ്റെ പേര് എത്ര ചർച്ച ചെയ്ത് INI എത്ര ചർച്ചകൾ എവിടെ പോയി പോലീസിലെ പുറകെ പോയി ഇതെന്തേ വട്ടം വെച്ചിട്ട് ഒരു ചർച്ച കണ്ടോ ഒരു വാർത്ത വന്നു തന്നെ സംശയമാണ്. നാളത്തിൽ വാർത്ത വരെയിരിക്കും. ചർച്ച വല്ലതും ഉണ്ടോ? അത് ചർച്ച ആകാത്തോണ്ടാണോ? മറ്റേ സമയം അപ്പം തന്നെ ഹോട്ട് ന്യൂസായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അന്ധമായിട്ട് മുസ്ലിം പ്രേമൊന്നും കാണിക്കില്ല, ന്യൂനപക്ഷ പ്രേമവും കാണിക്കില്ല. പക്ഷേ നീതി പുലരുന്ന ആഗ്രഹമുണ്ട്. അതാണ് ഞങ്ങളുടെ ഗുരുക്കൾ കാഴ്ചറാമും ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചത്. നീതി പുലരണം, അത് വേണം. ഇപ്പോഴും കോൺഗ്രസ് മനസ്സിലായില്ല. ഈ ആന്റണിക്ക് ആന്റണി സാറേ ഇത് നിങ്ങൾക്ക് എന്നാണ് മനസ്സിലാകുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾക്കറിയാവോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ട് എനിക്കറിയാം. പക്ഷെ അന്ന് ഞാൻ വെല്ലുവിളിക്കാന്നോ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മൗലാന അബുൽ കലാം ആസാദ് പോലെ എത്ര വമ്പന്മാർ മുസ്ലിം സമുദായത്തിലുണ്ടായത് കോൺഗ്രസ്. പക്ഷേ 2ാം സ്ഥാനത്ത് തൊപ്പിവെച്ച മുസ്ലിങ്ങളുണ്ടായതോ ആന്റണി. നിങ്ങൾ വന്ന 40 വർഷം ഒരാളെ നിങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവല്ലോ, ഒരാളുണ്ടാക്കിയോളൂ. 20% വോട്ട് നമ്മൾ N ബ്ലോക്കായിട്ട് കിട്ടുന്നല്ലേ. ആ വോട്ട് ബോണസ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല പ്രാവശ്യം. ഇതിൽ കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട്. രാഹുൽ ഗാന്ധി കുറച്ച് മനസ്സിലായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാർച്ചിലെ പരിപാടിക്ക് ഷാഫി പറമ്പിലിനെ മുന്നിൽ നിർത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ വന്ന് ഇനി കേരളത്തിൽ മുഖ്യമന്ത്രി ആയി എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഒരു നേട്ടമില്ല, പ്രത്യേകിച്ച് ചെയ്യാനും പറ്റില്ല. ഇനി ഒരു രാഷ്ട്രപതിയായിട്ട് മുസ്ലിം ഇവിടെ എത്ര രാഷ്ട്രപതി ഉണ്ടായി മുസ്ലിങ്ങളായിട്ട് എന്ത് നേട്ടമുണ്ടായി? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച് പോലെ ചെയ്യാൻ പറ്റും, അത് ചെയ്യില്ല. എങ്കിലും പാമ്പ് കടിച്ചത് കൊണ്ടുപോകുമ്പോൾ ഞാഞ്ഞൂല് പറയും ഞങ്ങൾ കടിച്ച് അങ്ങനെ ഇരിക്കുമെന്ന് പറയും പോലെ ഇത് ഞങ്ങളുടെ ഒരാളാണല്ലോ, ഞങ്ങൾ സമുദായപ്പെട്ട ആളാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു ഗുണമൊന്നുമില്ല. ചെയ്യല്ലേ ഷാഫിയായിട്ട് ചെയ്യില്ല. ഒരിക്കലും ഷാഫി സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ആള് സമുദായം ചിന്തിക്കുന്ന ആളുമില്ല. മുസ്ലിമാണെന്ന് സംശയയുടെ പേര് വെറുതെ പ്രവൃത്തിയാണ്. അതെന്ത് പോട്ടെ, എന്തൊരു പേരുണ്ടല്ലോ, പേര് നോക്കിയോ അതില്ല, പേര് നോക്കിയാലോ ഇപ്പോൾ ചെയ്യുന്നതല്ല, അത് ആളുടെ സ്വഭാവം നോക്കിയല്ലോ. അപ്പം മുഹമ്മദ് ഷാഫി പറമ്പിലിനെ നിങ്ങൾക്ക് ഇത് പറയുന്നത് ഞങ്ങൾ UDFന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഒന്ന് പ്രഖ്യാപിച്ചു നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക, അറിയാമല്ലോ. അതിൽ കുഞ്ഞാക്കാന്ന് പറയരുത്. അതവിടെ നമ്മൾ സ്വപ്നം കണ്ടാൽ മതി കുഞ്ഞാക്കൊക്കെ. കാരണം ലീഗ് ജാതി പാർട്ടി അതൊന്നും പറ്റില്ല. അത് നമ്മൾ അവരവർക്ക് സ്ഥാനമാനം കൊടുക്കുക, അത് അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാവുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ കേരളത്തിലെ വലിപ്പം 3 മന്ത്രിസ്ഥാനം കൊടുക്കാവുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ 4 കൊടുത്ത് പിന്നെ 5 കൊടുത്ത് ആകെ 7 മന്ത്രിസ്ഥാനം ചോദിക്കുക മുസ്ലിങ്ങൾക്ക്, ലീഗിനല്ല മുസ്ലിങ്ങൾക്ക്. ആ 7 മന്ത്രിസ്ഥാനത്ത് 1 പോട്ടെ 6 മന്ത്രിസ്ഥാനത്ത് 3 കൊടുക്കാവുള്ളൂ. കണക്ക് വെച്ച് 2-ന് 60 ഉള്ളൂ, 3-1 ബാക്കി 3-2 പുറത്താക്കി ഒരു 3 കൊടുക്കാം. ബാക്കി 3 കോൺഗ്രസിന് കൊടുക്കണം മുസ്ലിങ്ങൾക്ക്, ദേശീയ മുസ്ലിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ കൊടുത്തു നോക്ക്, അപ്പോൾ വോട്ട് കിട്ടുമെന്നറിയാം. അപ്പോൾ CPM എത്ര തരികട കളിച്ചാലും എത്ര തകർത്ത് കൊടുത്താലും രക്ഷയില്ല. പക്ഷെ നിങ്ങൾ അവർ ഭരിക്കാൻ വേണ്ടി ആനുകൂല്യം ചെയ്ത് കൊടുക്കും, അയാൾ സാഹചര്യം ചെയ്ത് കൊടുക്കും. അവിടെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ബഹുജൻ സമാജിൽ നിൽക്കുമ്പോഴേ ദളിത് പാർട്ടിയുള്ള അത് നിൽക്കുമ്പോഴേ ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്, ദളിതാണ്. അപ്പോൾ ഏതൊരു ദളിത് സ്ത്രീ കേസ് വന്നപ്പോൾ ഞാൻ ദളിത് സ്ത്രീക്ക് അനുകൂലമായിട്ട് വിധിച്ചില്ല. പകരം അപ്പീൽ വേണം അനുവാദം കൊടുത്തു. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞറിയോ, അവർ ദളിത് സ്ത്രീയാണ്, ഞാൻ അവർക്ക് അനുകൂലമായിട്ട് പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ സവർണ നമ്പരക്കന്മാരെ എന്നെ നോട്ടപ്പുള്ളിയാക്കും. അതുകൊണ്ട് ഞാൻ വിധി ഇവിടെ ചെയ്തില്ല. പക്ഷേ ഹൈക്കോടതി ഉയർന്ന കോടതി പോകുമ്പോൾ അവരെതിൽ സവർണ ഐക്യം ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേട്ട അറിവുണ്ട്. അതുപോലെ കോൺഗ്രസ്സുകാർ വെച്ച് മുസ്ലിങ്ങൾ പറയും പേടിയാണ്.
ഇനി എത്ര ഒളിച്ചു വെച്ചാലും ഈ മലയാളത്തിൽ മെൻസ് സ്റ്റൈൽ പാളത്താട് കൊടുത്താൽ തുണിയുടെ പാളത്താട് കൊടുത്താൽ നിൽക്കുമെന്ന് പറയും പോലെയാണ്. നിങ്ങളറിയില്ലോ, ഒരു സ്ത്രീ മെൻസായി കഴിഞ്ഞാൽ പാളത്താക്കിയ തുണിയുടെ താറ് പോലെ എടുത്താൽ നിൽക്കുമോ? ഇല്ല, അത് ഉള്ളിൽ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ട് വേണം പാത്താറ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങളിപ്പോൾ എത്രയൊക്കെ മറിച്ച് വെച്ചാലും മുസ്ലിം എന്നുള്ളൊരു ഇന്ത്യ ആയിക്കഴിഞ്ഞു. നിങ്ങൾ കാര്യം മനസ്സിലാക്കൂടെ, മുസ്ലിങ്ങൾ വെറുക്കണം. പിന്നെ ചില മുസ്ലിങ്ങൾക്ക് വലിയ നിരാശയും ഞങ്ങളെപ്പോലെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നേ മുസ്ലിങ്ങൾക്ക് ഒന്നും വെറുപ്പുണ്ട്. അത്ര നിങ്ങൾക്ക് പ്രചാരമുണ്ട്, പരസ്യമുണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത പരസ്യം നിങ്ങൾക്ക് ഇന്ത്യയിലുണ്ട് മുസ്ലിം സമുദായത്തിന്. അത് സംഘപരിവാർ ചെയ്തിട്ടാക്കണ്ട. അല്ലെ നിങ്ങൾ ആരും അറിയാമെന്നോ? ഇത് ലോകം നിങ്ങൾ അറിയല്ലേ? അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാന്നേ, സംഘപരിവാറുമായിട്ട് നമുക്ക് അഭിമാനിക്കാം, മുസ്ലിം സമുദായത്തെ അഭിമാനിക്കാം, ഒരു കുഴപ്പമില്ല. അത് ദൂഷ്യമല്ല. അത് പക്ഷേ നിങ്ങൾ അവഗണിച്ചതെങ്കിൽ അതങ്ങനെയല്ല, മിണ്ടാതിരിക്കാതില്ലോ, അത് നശിച്ചു പോയതിനെ. അപ്പോൾ സംഘപരിവാറാണ് ഒരു പരിധി വരെ മുസ്ലിങ്ങളെ ഒരു പരിധികളും ഒരുമിച്ച് നിർത്താൻ ചെയ്യുന്ന സാഹചര്യം. ആ സംഘപരിവാരം ഞാൻ പറഞ്ഞ അവർക്ക് നന്ദി പറയുന്നത് ഞാൻ പറഞ്ഞത്. അതായത് കളമശ്ശേരി ആലുവയിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ രാജൻ, അദ്ദേഹം ആന്ധ്രാപ്രദേശ് കളക്ടറായിരുന്നു. അദ്ദേഹം UC കോളേജിൽ പഠിക്കുമ്പോഴേ BSc കഴിഞ്ഞപ്പോഴേ എന്തോ സ്പെഷ്യൽ മാർക്കായിട്ട് പുള്ളി മാർക്ക് കൊടുത്ത് അങ്ങനെ പുള്ളി പോയില്ല, പ്രൊമോഷൻ കിട്ടിയില്ല. പുള്ളി വേറെ എടുത്ത് അവസാനം പോലീസിൽ ചേർന്ന് ആയിട്ട് നന്ദി പറയാൻ ചെന്ന്. ഈ രാജൻ്റെ സുഹൃത്താണ്, വെളിച്ചെണ്ണ പയ്യുള്ള എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മകനാണ്. പാപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പയ്യൻ രാജൻ ഈ സാറിനെ കണ്ട് നന്ദി എന്നറിയോ, സാറേ ഞാൻ നന്ദി പറയാൻ വന്നത്, എന്താ അന്ന് സാർ എന്നെ സെഷൻ മാർക്ക് തരാതെ തോൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത് വരില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ സംഘപരിവാർ ഇതുപോലെ ആക്രമിക്കാതിരിക്കുകയും മിണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സമുദായം തന്നെ നശിച്ചുപോയനെ. വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന സംഘപരിവാറിലെ അതിബുദ്ധിയുള്ളവരാന്ന് പറഞ്ഞാൽ അവധി ബുദ്ധിയുള്ളവർക്കും ഈ സൈക്കോളജി അല്ല, ഈ ഫിലോസഫി മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഇതെന്നറിയോ? മിണ്ടില്ല, അതിനെ അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്ത് നശിക്കുക, അത് മതി, മിണ്ടായിരുന്നോ മതി. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സംഘപരിവാറുടെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരൊന്നും ഞങ്ങൾ പറയുന്നില്ല, ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവർ 100 പ്രവർത്തനമുണ്ട്, അതും ശരിയാണ്. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിയായിരിക്കും മുസ്ലിങ്ങളെ ഒഴിവാക്കുന്ന വഴി നിങ്ങൾ അവോയ്ഡ് അംഗീകാരം കൊടുക്കരുത്. ഇത് നിങ്ങൾ നിരന്തരമായി എതിർക്കുമ്പോഴേ പാർട്ടി വളരല്ലേ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മീശ വെച്ച് നടന്നാൽ കമ്മ്യൂണിസ്റ്റ് ആക്കി, അങ്ങനെയല്ലേ അല്ലാത്തവരും കമ്മ്യൂണിസ്റ്റ് ആയതുപോലെ. ഇത് മുസ്ലിങ്ങൾക്ക് കൊടുത്ത് എന്തുമാത്രം പ്രചരണ ലോകത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായം ഒരിക്കലും നിരാശപ്പെട്ട കാര്യമില്ല. നമ്മുടെ രാജ്യമാണത്. നിങ്ങളൊന്നും ഒട്ടും ഭയപ്പെടേണ്ട, ഒരു കാര്യത്തിൽ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുത്ത് കാശുണ്ടാക്കി ജീവിക്കാൻ നോക്ക്, അത് നല്ല കാര്യം. സ്വയമായിട്ട് തൊഴിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക. പഠനമാണ്, അല്ല നിങ്ങൾക്ക് ഒരു നിരാശപ്പെടല്ല. ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം വരാൻ പോകുന്നില്ല, ഒന്നും ചെയ്യില്ല, ഒന്നുമില്ല. കാരണം അതിന് സമാധാനമായിട്ട് ജീവിക്കാം. പക്ഷേ നിങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ PC ജോർജ് പോലെ ഒരു മണ്ടത്തരം വരരുത്. ചില ഈ മുറി വൈദ്യന്മാരോട് പറയുമ്പോൾ, മുറി മൊയിലാക്കന്മാരോട് പറയുന്നത്, നിങ്ങളുടെ വായിൽ നിന്ന് ഒരു അപശബ്ദം വന്ന് പ്രശ്നം നിങ്ങൾക്ക് എതിരാക്കരുത്. അപ്പം പറയുമ്പോൾ ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ചു വേണം പറയാൻ. ഞാൻ അന്തോണി ഇപ്പം എന്താണ് അറിയാമോ, അത് കറക്റ്റാണ് കാര്യങ്ങൾ. അതിൽ വൈരാഗ്യമൊന്നുമില്ല. കോൺഗ്രസ് ഇത് പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും, അതിന് അധ്യാപകനെ കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല, സ്നേഹം ഉണ്ടായിട്ടാണ്. അവർ എനിക്ക് കോൺഗ്രസ് ഒരു സ്നേഹം ഉണ്ടായിട്ട് കോൺഗ്രസ് നശിക്കുന്ന ആളുകളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കൊന്നും പറയാതെ ആന്റണി പറഞ്ഞ ഓച്ചാച്ച് നിന്ന് കൂടെ നിന്ന് വല്ല പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ലാഭമല്ല, എൻ്റെ കുടുംബത്തിൽ ലാഭമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പറയാതെ അവർ കൂടെ ഓച്ചാച്ച് നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറും മുതലുകളിൽ MP MLA ഒക്കെ ആയി സുഖിച്ച് അങ്ങനെ ഇന്നോവ കാറിൽ നടക്കാം. നമുക്കത് ആവശ്യമില്ല, താല്പര്യമില്ല. പക്ഷെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു, രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നു, സമുദായം അങ്ങനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ കൂടി അവരെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് കാര്യം. അപ്പോൾ ആന്റണി സാറേ ഒന്നും കൂടി രാഷ്ട്രീയം പ്രാക്ടിക്കലായി ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ അത് രാജ്യത്തെ അപകടമാണ്, UDFും ഇത് അപകടമാണ്. അതാണ് ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ. പിന്നെ ജോർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപദേശിക്കല്ല, അറിയിക്കുകയാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചില കുബുത്തികൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ഒരു ദിവസം ശേഷം. അങ്ങനെ ഒരു PC ജോർജ് നിങ്ങൾ ശക്തമായ സംരക്ഷണം കൊടുത്തോളണം. അതല്ലെങ്കിൽ കലക്കവെള്ളം മീൻ പിടിക്കാൻ എന്താ നിങ്ങൾക്കറിയാലോ. ഞാൻ പോലീസോട് പറയണ്ട എങ്ങനെയാണ് കലക്കവെള്ളം മീൻ പിടിക്കറിയാം, അതൊന്നും പരസ്യം പറയാൻ പറ്റില്ല. അവിടെ PC ജോർജിൻ്റെ ജീവന് നിങ്ങൾ 100% ഗ്യാരണ്ടി കൊടുത്ത് സംരക്ഷണം കൊടുത്തോളണം. അല്ലെങ്കിൽ ഇത് അപകടം ഉണ്ടാക്കും, വലിയ ലഹളയിലേക്ക് പോകും. ഇക്കാര്യം പോലീസ് പറഞ്ഞു. ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾ ഒരായി നിന്ന് ജയ് ഹിന്ദ്.